ബീഗം വിലായത്തും മക്കളും നരകിച്ചു മരിച്ച മൾച്ചാ മഹൽ ഡൽഹി നഗരത്തിലെ പ്രേത കൊട്ടാരം. ഭയാനകമായ അന്തരീക്ഷം കാരണം യാത്രക്കാരെ ആകർഷിക്കുന്ന നിരവധി പ്രേതബാധയുള്ള സ്ഥലങ്ങൾ തലസ്ഥാന നഗരമായ ഡൽഹിയിലുമുണ്ട്. ചാണക്യപുരിൽ സ്ഥിതി ചെയ്യുന്ന മൾച്ചാ മഹലാണ് നഗരത്തിലെ ചരിത്ര അടയാളങ്ങളിൽ ഒന്ന്. ഔദിലെ സ്വയം പ്രഖ്യാപിത രാജകുടുംബത്തിൻ്റെ രാജകീയ വസതിയായി ഈ സ്ഥലത്തിന് നീണ്ട ഒരു ഭൂതകാലവുമുണ്ട്. മൾച്ചാ മഹലിൻ്റെ ചരിത്രം അവധിയിലെ അവസാന നവാബിൻ്റെ കൊച്ചുമകളായ വിലായത്ത് മഹൽ രാജകുമാരി 1970കളിൽ തൻ്റെ 2 കുട്ടികളും 15 ദുഷ്ടനായ നായ്ക്കളും 7 സേവകരുമായി ഡൽഹിയിലെത്തി. നവ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ഫസ്റ്റ് ക്ലാസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അവർ ഏകദേശം 8 വർഷത്തോളം താമസിച്ചു. അവർ നവീകരിക്കാൻ പദ്ധതിയിട്ടിരുന്ന വാതിലുകളോ ശക്തിയോ ഇല്ലാത്ത മുൻ വേട്ടയാടൽ ലോഡ്ജായ മൾച്ചാ മഹൽ സർക്കാർ അവർക്ക് അനുവദിച്ചു. നിഗൂഢമായ സ്ഥലം മൾച്ചാ മഹലിൻ്റെ ആഖ്യാനം വളരെ കൗതുകകരമാണ്. പുറം ലോകവുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ കുടുംബം ആഗ്രഹിച്ചില്ല. നുഴഞ്ഞുകയറ്റക്കാരെ വെടിവെച്ച് കൊല്ലും എന്ന് പ്രഖ്യാപിച്ച കാവൽ നായ്ക്കളും ഭയപ്പെടുത്തുന്ന അടയാളങ്ങളും ഇതിന് തെളിവായിരുന്നു. 30 വർഷത്തിലേറെയായി വിലായത്ത് മഹൽ പൊതുജനങ്ങൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. 2017 അലി റാസ രാജകുമാരൻ്റെ മരണശേഷം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കല്ല് കൊട്ടാരം അസാധാരണ ഗവേഷകരുടെ ലക്ഷ്യസ്ഥാനമായി മാറി. ഡൽഹി ചാണക്യപുരി റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് മൾച്ചാ മഹൽ സ്ഥിതി ചെയ്യുന്നത്. കല്ല് കൊണ്ട് നിർമ്മിച്ച കൊട്ടാരം ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ്. 14-ാം നൂറ്റാണ്ടിൽ തുഗ്ലക്ക് സുൽത്താൻമാരുടെ വേട്ടത്താവളമായിരുന്നു ഈ കൊട്ടാരം. നായാട്ടിന് കാട്ടിൽ പോയപ്പോൾ വഴിതെറ്റിയ ഫിറോസ് ഷാ തുഗ്ലക്കിനെ പരിചരിച്ച നാടോടി സ്ത്രീയുടെ സ്മരണക്കായി പണി കഴിപ്പിച്ചതാണ് ഈ കെട്ടിടം. പിൽക്കാലത്ത് അവധ് ഭരണാധികാരികളുടെ വസതിയായി. രാജവംശത്തിലെ അവസാന വ്യക്തിയും മരണപ്പെട്ടതോടെ ചരിത്രപ്രധാനമായ ഈ കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. അവധ് രാജവംശത്തിലെ അവസാന നവാബ് വാജിദ് അലി ഷായുടെ സ്വയം പ്രഖ്യാപിത കൊച്ചുമകളായ ബീഗം വിലായത്തും മക്കളും നരകിച്ച് ജീവിച്ചത് ഇവിടെയാണ്. ബീഗം വിലായത്തും മക്കളും 1980കളുടെ ആദ്യം ഇവിടെ താമസിക്കാനായി എത്തിയതോടെയാണ് ഈ കെട്ടിടം വാർത്തകളിൽ നിറഞ്ഞത്. അവധ് രാജവംശത്തിൻ്റെ സ്വത്തുക്കൾ ആവശ്യപ്പെട്ട് ബീഗം വിലായത്തും മക്കളും ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ വിശ്രമമുറിയിൽ സമരം ആരംഭിക്കുകയായിരുന്നു. ഒടുവിൽ കാട്ടിനകത്തെ കൊട്ടാരം താമസത്തിനായി സർക്കാർ വിട്ടുകൊടുത്തു. ഡൽഹിയിൽ ഭരണാസിര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന റെയ്സിന കുന്നിന് സമീപം ഒരു കൊടുങ്കാടും ഉപേക്ഷിക്കപ്പെട്ട ഒരു പുരാതന കൊട്ടാരവുമുണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും അതൊരു അത്ഭുതമായിരിക്കും. ഫിറോസ് ഷാ തുഗ്ലക്ക് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മൾച്ചാ മഹൽ എന്ന കൊട്ടാരമാണിത്. ഉപേക്ഷിക്കപ്പെട്ട പ്രേതഭവനങ്ങൾ തേടിയെത്തുന്ന അപൂർവം സഞ്ചാരികളും ഗവേഷകരും മാത്രമാണ് ഇന്ന് ഈ കൊട്ടാരത്തിലെത്തുന്നത്. കാടിൻ്റെ വന്യതയും ഭയാനകരമായ അന്തരീക്ഷവും ദുരൂഹ നിറഞ്ഞ ഭൂതകാലമൊക്കെ ചേർന്ന് മറക്കാനാവാത്ത അനുഭവമാണ് മൾച്ചാ മഹൽ. സന്ദർശനം സഞ്ചാരികളിൽ ഉണ്ടാവുക. രാജകീയ ജീവിതത്തിൻ്റെ സ്മരണകളും പേറി ദാരിദ്ര്യവും ഒറ്റപ്പെട്ടതുമായ ജീവിതവുമായിരുന്നു ഇവർ നയിച്ചിരുന്നത്. 1993 ബീഗം ആത്മഹത്യ ചെയ്തു. വൈകാതെ മകളും മരിച്ചു. മാനസിക രോഗിയായി മാറിയ മകൻ പിന്നീട് തീർത്തും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു ഇവിടെ നയിച്ചിരുന്നത്. 2017 ഇദ്ദേഹത്തെ ഈ കൊട്ടാരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ മൾച്ചാ മഹൽ വീണ്ടും ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് വന്യമൃഗങ്ങളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറി. ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രേതാലയങ്ങൾ സന്ദർശിക്കുന്ന ഡാർക്ക് ടൂറിസ്റ്റുകളും ചരിത്ര ഗവേഷകരുമാണ് ഇവിടെ സന്ദർശനത്തിനെത്താറ്. മൾച്ചാ മഹൽ പുനരുദ്ധാരണം നടത്തി സംരക്ഷിക്കണമെന്ന മുറവിളികൾക്കൊടുവിൽ സംസ്ഥാന സർക്കാർ ഇത് ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.